ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ബബബ മൂവി കണ്ടുവന്നിരിക്കുകയാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു എന്റർടൈൻമെന്റ് മൂവി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറയുന്നത് നോ ലോജിക്. അതായത് ഈ സിനിമയിൽ അയ്യോ ഇതെന്ത് ഇങ്ങനെ അങ്ങനെ എന്നുള്ളത് ചിന്തിക്കാൻ പാടില്ല. ജസ്റ്റ് കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് പോരെ. അല്ലാതെ ഇതെന്താ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ തലക്ക് പ്രാവധാനം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അതില് ഫസ്റ്റ് പറയുന്ന പോലെ തന്നെ ഒരു ലോജിക്കില്ലാത്ത കാരണം കൊണ്ട് ആ ലോജിക്കിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു കോമഡിയും പിന്നെ കുറച്ച് എന്താ പറയാ നല്ല രസമായിട്ടുള്ള ഒരു BGM ഉണ്ട്. ഓരോരുത്തർ വരുമ്പോൾ അതിനനുസരിച്ചുള്ള BGM കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ നല്ല രസമുണ്ട്. കാരണം എന്താ പറയാ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് മൂവി മാത്രമായിട്ട് നമ്മൾ ജസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ബബബ എന്ന് പറയുന്ന നമ്മുടെ ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ നമ്മുടെ ലാലേട്ടൻ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർക്ക് കൊടുക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു BGMന്റെ ആ ഒരു സ്റ്റൈലാണെങ്കിൽ പോലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഉള്ള കാര്യം ഞാൻ പറയാലോ, എനിക്ക് അത്ര വലിയ ബോറടി ഒന്നും തോന്നുന്നില്ല. ഭയങ്കര ഒരു സംഭവമായിട്ടുള്ളൊരു പടിയോ എന്ന് പറയാനൊന്നും പറ്റുന്നില്ല. ഒന്ന് കാണാം, അതായത് തിയേറ്ററിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടുവരാൻ പറ്റുന്ന ഒരു മൂവി. ആ മൂവിയിലുള്ള കഥയാണെങ്കിലും ആ രീതിയിൽ തന്നെയാണ് കഥയും പോകുന്നത്. ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ നോർമലി നമ്മൾ ചിന്തിച്ചു ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. പിന്നെയാണ് നമ്മൾ ആലോചിക്കുക അങ്ങനെ ചിന്തിക്കേണ്ട ഒരു പാഠമല്ല. നമുക്ക് കുറച്ച് കോമഡീസ്, കുറച്ച് ഇമോഷണൽ, കുറച്ച് ഫൈറ്റ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ, അത്ര സാധനങ്ങൾ മാത്രമാണ് ഈ സിനിമയിലുള്ളൂ. അത് മാത്രം പ്രതീക്ഷിച്ച് പോയി കാണുന്നുണ്ടെങ്കിൽ പടം നല്ല രസമായിട്ട് കണ്ടിരുന്ന് വരാൻ പറ്റും. പിന്നെ എന്താ പറയുന്നത്, ഇതിന്റെ അണിയറ പ്രവർത്തകളാണെങ്കിലും നല്ല രസമായിട്ട് കുറച്ച് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ദിലീപിന്റെ ക്യാരക്ടർ ആണെങ്കിലും നമുക്ക് ലാലേട്ടന്റെ ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലും ഒന്നുകൂടി ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ധ്യാൻ ശ്രീനിവാസനും അതേപോലെ വിനീത് ശ്രീനിവാസനും ഇവർ രണ്ടുപാളും അവർക്ക് കൊടുത്തിട്ടുള്ള ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവമൊക്കെ. പിന്നെ ഇതൊരു വട്ടന്മാരുടെ സിനിമയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയേണ്ടി വരും. കാരണം നമ്മളൊരു സിനിമ അല്ലെങ്കിൽ ഒരു സംഭവം നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടില്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലൊക്കെ ആലോചിക്കില്ല. അതുപോലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ, അതായത് ഒരു സിനിമ കണ്ടിട്ട് ഭ്രാന്തായ ആൾ ഒരു സിനിമ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഒരു സൂപ്പർ, അതായത് ഒരു നായകനെ ഒരു സൂപ്പർ ഹീറോ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, അതുപോലെ മോഹൻലാലിനും നമ്മളെ ദിലീപിനും ചെയ്തു വെച്ച് സെറ്റ് ആക്കിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സിമ്പിളി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നോർമൽ കോമഡിയും ഫൈറ്റും എല്ലാം കൂടിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിന്ന് തിങ്കളാഴ്ച ആയത് കാരണം കൊണ്ടാണോ എന്ന് അറിയത്തില്ല. തിയേറ്ററിൽ ഏറി പോയി കഴിഞ്ഞാൽ ഒരു 30 ആൾക്കാരുണ്ടാവുള്ളൂ ഞങ്ങളെ കൂടെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ ഈ പടത്തിനെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് തരുന്നത് എന്തുകൊണ്ടാണെന്നും ചിലപ്പോൾ നെഗറ്റീവ് കിട്ടിയത് കൊണ്ടാണെന്നും തോന്നുന്നുണ്ട്. ആ പടത്തിന് ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഞങ്ങൾ പോയപ്പോഴും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമ നോ ലോജിക്കിലിരുന്ന് കാണുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിമ്പിൾ മൂവിയാണ് ബബബ എന്ന് പറഞ്ഞ മൂവി. പിന്നെ എന്താ പറയാ ഒരുപാട് പാട്ടുകളൊന്നുമില്ല. ഒരു ദിലീപിന്റെ സിനിമയിൽ തന്നെ അല്ലറ ചില്ലറ പാട്ടും പിന്നെ ലാലേട്ടന്റെ സിനിമയിലെ പാട്ട് അങ്ങനെയുള്ളതും, പിന്നെ ലാലേട്ടന് ഫൈറ്റ് കൊടുത്തിട്ടുണ്ട്, ദിലീപിന് ഫൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസനാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സിനിമയായിട്ട് കാണണമെങ്കിൽ കുഴപ്പമില്ലാതെ കണ്ടുവരാൻ പറ്റുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം. കാണാൻ എന്താ പറയാ, ഞാൻ കാണണമെന്ന് നിർബന്ധമായിട്ട് പറയുന്ന ഒരു സിനിമയൊന്നുമല്ല. നിങ്ങൾക്ക് ഓക്കെ ആണ്, കാരണം ഒരു ജസ്റ്റ് ഒന്ന് കണ്ട് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ ഒന്ന് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു മൂവിയാണ് ബബബ. അപ്പൊ നിങ്ങൾ കണ്ടവര് എന്താണെങ്കിലും അതിന്റെ ഒരു റിവ്യൂ, അതായത് അല്ലെങ്കിൽ അതിന്റെ ഒരു കമന്റ് എന്താണെന്നെങ്കിൽ എനിക്ക് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഓക്കെ, ബൈ.